നമസ്കാരം. എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തൊട്ടു പുറകിലുള്ള ഡോക്ടർ സലിം അലി റോഡിൽ കൂടിയാണ്. ഇവിടെയാണ് മംഗളവനം ബേർഡ് സാങ്ച്വറി ഉള്ളത്. ഈ കൊച്ചിൻ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു വനാന്തരീക്ഷത്തിലൊരു ബേർഡ് സാങ്ച്വറി ഉള്ളത് അധികം ആൾക്കാർക്ക് അറിയില്ല. പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കേണ്ട ഒരു സ്ഥലമാണ്. കാട്ടിലൊന്നും പോകാതെ കാടിൻ്റെ ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു സ്ഥലമാണിത്. വാഹനം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അകത്ത് കടന്ന കാഴ്ചകൾ കാണാം. ഇടയിലിടയിൽ ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ഈ പക്ഷികളുടെ എല്ലാം ശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ അല്പം സൈലൻ്റായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നാലേ കേൾക്കുള്ളൂ. അതിനിടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേൾക്കില്ല. അതിനിടയിലായിട്ട് ഞാൻ അല്പം ശബ്ദം കുറഞ്ഞ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്കിപ്പോൾ ഈ പക്ഷി സങ്കേതത്തിലേക്ക് കടക്കാം. ഈ ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചെടികളുടെ പേരൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ അതിർത്തി കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല, ചതുപ്പ് നിലമാണ്. നമ്മൾ ചിലപ്പോൾ പൂർണ്ണമായി തന്നെ ഈ ചതുപ്പിൽ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് കടക്കാൻ സാധിക്കില്ല. ഈ മരങ്ങളുടെ പുറകിൽ കാണുന്ന മുഴുവൻ ചതുപ്പ് സ്ഥലങ്ങളാണ്. വനാന്തരീക്ഷം അതുപോലെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ വീണ ഇലകളൊക്കെ അങ്ങനെ ചീഞ്ഞ് കിടക്കുകയാണ്. അല്പം മഴ കൂടി ഉള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വഴുക്കി വീഴാനായിട്ടുള്ള സാധ്യത വളരെയധികമാണ്. റോഡിൽ തന്നെ അല്പം ക്ലിയർ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ വനത്തിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ ഇലകളൊക്കെ വീണ് അങ്ങനെ ഒറിജിനൽ കാടിനെ പോലെ തന്നെ ഇലകളൊക്കെ കഴുകി എടുക്കുകയാണ്. നിങ്ങൾക്കിനി അല്പം ഈ കിളികളുടെ എല്ലാം ശബ്ദം ആസ്വദിക്കാം. ഇവിടെ ഈ മരങ്ങൾക്ക് മുകളിലായിട്ട് കാണുന്നത് വലിയ വലിയ വവ്വാലുകളാണ്. ഒരു ബ്രൗൺ കളറുള്ള വവ്വാലുകളാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള വവ്വാലുകളാണ്, അത്ര വലിയ വവ്വാലുകളാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കൊക്കുകളും വളരെ സൈസ് കൂടിയ കൊക്കുകളും കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന പക്ഷികളെ ഒന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ ഫോട്ടോകളൊക്കെ വെച്ചിരിക്കുന്ന പക്ഷികളൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ ചുറ്റും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയതുകൊണ്ട് ഇപ്പം മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികളൊന്നും വരുന്നില്ല. തന്നെയല്ല, ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെയാണ് ഈ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനും ഉള്ളത്. എന്നാലും ഇതിങ്ങനെ പഴയ ഒരു കണ്ടൽക്കാടും അതുപോലെ ഈ വനവുമെല്ലാം വളരെ ഭംഗിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. മുതലൊക്കെ ഉണ്ടാവുന്ന സ്ഥലമില്ല. ഇവിടേക്ക് ഇങ്ങനത്തേലൊക്കെയാണ് മുതലുകൾ ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്ക് കൊടുത്തതിന് ശേഷം ആവാം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ.
ഇങ്ങോട്ടൊന്നുമില്ല. വന്യമൃഗങ്ങളെ ഒന്നും പേടിക്കാതെ കുട്ടികളെ കൊണ്ടൊരു കാട് കാണിച്ച് കാടിൻ്റെ ആംബിയൻസ് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണിത്. ഇവിടെ ഒരു വാച്ച് ടവർ കാണാവുന്നുണ്ടെങ്കിലും അതിലേക്ക് പ്രവേശനമില്ല, അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. മുഴുവൻ ചതുപ്പ് ഇതാണത്. അതിലാണ് ഈ കണ്ടല് കൂടുതലുണ്ടാവുക. ചതുപ്പുകളിലല്ലേ, കണ്ടൽ കാടുകളുണ്ടോ. ആ സൗണ്ട് അവിടെയാ. നിറയെ ഇങ്ങനെ പക്ഷികൾ കിട്ടാം. ഇതുപോലെയുള്ള വീഡിയോകളെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.